ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് സ്റ്റൈലിലൊരു മധുരക്കറിയാണ് കേട്ടോ. ഈ തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഈ ഒരു ഗ്ലാസ്സിന് പച്ചരി കുതിർത്തിട്ട് നന്നായി അരച്ചതാണ് കേട്ടോ. ഇത് അരച്ച് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾക്ക് കുറുക്കിയെടുക്കാം. അതിൽ നമ്മൾ ഈ മുതിരയാണ് കേട്ടോ ഇടുന്നത്, കൊള്ള്. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. ആ ഗ്ലാസ്സിന് അര ഗ്ലാസ് അരി ഇട്ട് വെള്ളത്തിലിട്ടില്ലേ, ആ ഗ്ലാസിൻ്റെ അര ഗ്ലാസ് മുതിര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തതാണ്. ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. പെട്ടെന്ന് അരിമാവല്ലേ, പെട്ടെന്ന് കുറുകി വരും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അമ്മ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല ചിരവിയ തേങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്ന് വിശന്ന് വരുമ്പോൾ ഇത് തരും കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം എനിക്ക് ആ ഒരു ഓർമ്മ വന്നു. കുട്ടിക്കാലത്ത് ഇതെല്ലാം കഴിച്ചൊരു നൊസ്റ്റാൾജിയ. അപ്പം ഇന്ന് ഞാനതൊന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അരിമാവല്ലേ, പെട്ടെന്ന് അടി പിടിക്കും. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ ആ മുതിരനെ ഒന്ന് ചെറുതായി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പരിപ്പ് എടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ അരിമാവ് അരച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മളുടെ ഈ മുതിര അത് വേവിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ പാലക്കാടൻ ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് കേട്ടോ ഈ മധുരക്കറി എന്ന് പറയുന്നത്. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ബെല്ലം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ബെല്ലം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് അലിഞ്ഞു വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അരിപ്പൊടി കലക്കിയിട്ടൊന്നും ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ചെടുത്തിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ തനതായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ മുതിരയും നന്നായി വറുത്ത് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തൊന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ആ പരിപ്പിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. വെല്ലം ഒന്ന് അരിഞ്ഞു വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൽ നെയ്യ് ഏലക്കയൊന്നും ഇട്ടിട്ടൊന്നും ഇടില്ല കേട്ടോ. ഇതിൽ ഏലക്കയൊന്നും ഇടില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇതിലിടില്ല. വെല്ലമൊക്കെ ഏകദേശം അലിഞ്ഞ് വന്നിട്ട് കേട്ടോ. അതിലോട്ട് ഞാൻ ഈ തേങ്ങ ചേർത്ത് കൊടുക്കണം. അരമുറിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവർക്ക് ബൈ.